അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളിഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൃപയും കാരുണ്യവും രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ ഇന്നത്തെ തലക്കെട്ട്, ഇന്നത്തെ ക്ലാസ്സിൻ്റെ വിഷയം സ്വയം വിചാരണ എന്നുള്ളതാണ്. സ്വയം വിചാരണ എന്ന് പറയുമ്പോൾ അതിന് അറബിയിൽ പറയുക മുഹാസബത്തുൻ നഫ്സ് എന്നുള്ളതാണ്. നഫ്സിനെ വിചാരണ ചെയ്യുക, സ്വന്തത്തെ വിചാരണ ചെയ്യുക, ആത്മവിചാരണ എന്ന് പറയും. ഇങ്ങനെ ഒരു മനുഷ്യൻ, വിശിഷ്യ ഒരു വിശ്വാസി, ഈമാൻ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി സ്വന്തം ജീവിതത്തെ വിചാരണ ചെയ്യുക എന്നുള്ളത്
അനിവാര്യമായിട്ടുള്ള അവൻ്റെ ഐഹിക പാരത്രിക ജീവിതത്തിന്, പ്രത്യേകിച്ചും പാരത്രിക ജീവിതത്തിന് വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. എന്ന് മാത്രമല്ല, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അവന് ഓരോ ദിവസവും ഏകനായി ഇരുന്നു കൊണ്ട് താൻ ഇന്ന് എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത്, എന്തൊക്കെ നന്മകളാണ് ചെയ്തത് എന്ന് ഒരാത്മ വിമർശനത്തോടുകൂടെയുള്ള ഒരു ഹിസാബ്, മുഹാസബത്ത്, വിചാരണ ചെയ്യും എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ 75-ാം അധ്യായം സൂറത്തുൽ ഖിയാമ അല്ലാഹു തആല പറയുകയാണ്, ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ. 75-ാം അധ്യായം 14-ാം സൂക്തമാണ്. പക്ഷേ മനുഷ്യൻ സ്വന്തം നഫ്സിന് എതിരാകും, തെളിവാകും എന്നുള്ളതാണ്. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ, സ്വന്തത്തിനെതിരെ ദൃക്സാക്ഷിയായിരിക്കുമെന്ന. ബസീറത്ത് എന്ന് പറഞ്ഞാൽ, ബസർ എന്ന് പറഞ്ഞാൽ കാഴ്ച, ദൃഷ്ടി. അപ്പൊ ബസീറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തത്തിനെതിരെ അങ്ങനെയുള്ള ഒരു അവസ്ഥ മനുഷ്യനുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ വ്യക്തികളും നാളെ റബ്ബിൻ്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഈ ഓരോ ദിനരാത്രങ്ങളിലും അവൻ സ്വന്തത്തെക്കുറിച്ച് വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്താണ് ഈ സ്വയം വിചാരണ എന്ന് പറഞ്ഞാൽ? എന്താണ് മുഹാസബത്തുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ? മഹാനായിട്ടുള്ള ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ രേഖപ്പെടുത്തി, മുഹാസബത്തുൻ നഫ്സ് എന്ന് പറഞ്ഞാൽ ഹിയ അത്തംയീസു ബൈന മാ ലഹു വമാ അലൈഹി എന്ന് പറഞ്ഞാൽ, ഒരാളുടെ പ്രവർത്തനത്തിൽ എന്തൊക്കെ തനിക്ക് അനുകൂലമാണ്, എന്തൊക്കെ പ്രതികൂലമാണ് എന്ന് വേർതിരിക്കലാണ്. എല്ലാം കൃത്യമായി വേർതിരിച്ച് അറിയലാണ് മുഹാസബത്തുൻ നഫ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു മഖ്സൂദ്, അതിൻ്റെ ഒരു ലക്ഷ്യം? എന്തിനാണ് ഇങ്ങനെയുള്ള സ്വയം വിചാരണ? സ്വയം വിചാരണ എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, അത് ലിയൗമിൽ മആദ്, ഒരു അവസാന യാത്രയുണ്ട്, ഒരു അന്ത്യയാത്രയുണ്ട്. ആ യാത്രക്കുള്ള ഒരു തയ്യാറെടുപ്പാണ്. അതാണ് മുഹാസബത്തുൻ നഫ്സ് എന്നുള്ളത്. ഇങ്ങനെ സ്വയം വിചാരണയില്ലാത്ത മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? സംശയം വേണ്ട, അവൻ പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് വിധേയപ്പെട്ട് കഴിയുന്നവനായിരിക്കും. ഒരു സ്വന്തം തെറ്റുകളെക്കുറിച്ച് ബോധമില്ലാതെ ആ തെറ്റുകൾ പരിഹരിക്കാൻ, ആ തെറ്റുകൾ മായ്ച്ചു കളഞ്ഞ് നന്മകൾ ചെയ്യാൻ സന്നദ്ധനാകാത്ത, അതിനെക്കുറിച്ച് ചിന്തയില്ലാത്ത, ബോധ്യമില്ലാത്തൊരു വ്യക്തി, അവൻ പിശാചിൻ്റെ താല്പര്യങ്ങൾക്ക് വിധേയനായിരിക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സ്വഹാബത്ത് അവരാണല്ലോ ഏറ്റവും ഉത്തമരായ ആളുകൾ, പ്രവാചകന്റെ ശിഷ്യന്മാർ. ആ സ്വഹാബികളും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നുണ്ട്. വമൻ തഅമ്മല അഹ്വാല സ്വഹാബ റളിയല്ലാഹു അൻഹും വജദഹും ഫീ ഗായത്തിൽ അമലി മാ ഗായത്തിൽ ഖൗഫ്. അങ്ങേയറ്റത്തെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫ്, ആ ഭയത്തോടൊപ്പം അങ്ങേയറ്റം അവർ ഓരോ പ്രവർത്തനങ്ങളും ഓരോ അമലുകളും അവർ അനുഷ്ഠിക്കുന്നവരായിരുന്നു. അതാണ് സ്വഹാബികളുടെ ഒരവസ്ഥ. വനഹനു ജമഅനാ ബൈന തഖ്സീരി
ബൈന തഫ്രീതി വൽ അംന്. നമ്മൾ വീഴ്ചകൾ, പോരായ്മകൾ, നമ്മുടെ കർമ്മങ്ങൾ, അതിൻ്റെ അവസ്ഥ എന്താ? ഓരോ കാര്യവും അതിൽ വീഴ്ചകളുണ്ടാകും, പോരായ്മകളുണ്ടാകും എന്ന് മാത്രമല്ല, ഇങ്ങനെ കുറവുകളും കുറ്റങ്ങളും മാത്രമല്ല, എന്നിട്ട് നമ്മുടെ മനസ്സിൻ്റെ അകത്തെന്താ? നമ്മൾക്കൊക്കെ സ്വർഗമുണ്ട് എന്നുള്ള ഒരു വ്യാമോഹം കൊണ്ട് കഴിയുകയാണ് നമ്മൾ. അതാണ് ഒരു പേടിയില്ലാത്ത അവസ്ഥ. അങ്ങനെ നടക്കുകയാണ് നമ്മൾ. അതാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, താബിഈ പണ്ഡിതന്മാരിൽ വളരെ പ്രമുഖനായിട്ടുള്ള മഹാനായിട്ടുള്ള ഹസനുൽ ബസരി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന മഹാനായിട്ടുള്ള ഇമാം അബൂ നുഐം അദ്ദേഹത്തിൻ്റെ ഹിലിയത്തുൽ ഔലിയ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ഹസനുൽ ബസരി എന്ന് പറയുന്നത് ആരാ? ഇമാമുൻ വഖാലിൻ വമുഹദ്ദിസുൻ മിൻ ഉലമാഇ താബിഈൻ. താബിഈ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഇമാമായിരുന്നു, ഖാളിയായിരുന്നു, ഹദീസ് പണ്ഡിതനായിരുന്നു. അങ്ങനെയുള്ള പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിത്വം പറയുകയാണ്, ഇബ്ന ആദം, ആദമിൻ്റെ സന്തതി. ഓരോ മനുഷ്യനെയും വിളിച്ച് പറയാം. പുരുഷന്മാർ മാത്രമല്ല, സഹോദരിമാരുൾപ്പെടെ എല്ലാവരും സത്യവിശ്വാസിയാണ് എന്ന് പറയുന്ന, കരുതുന്ന ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ശ്രദ്ധിക്കണം. യബ്ന ആദം ഇന്നമാ അൻത അയ്യാം. മനുഷ്യ, നീ ചില ദിവസങ്ങളാണ്. ഹേ മനുഷ്യ, നീ ദിവസങ്ങളുടെയും മാസങ്ങളുടെയും സാക്ഷ്യമാകുന്നു. ഓരോ ദിവസവും, ഓരോ ആഴ്ചയും മാസവും അതൊക്കെ നിന്നിൽ നിന്ന് പോയി മറയുകയാണ്. അങ്ങനെ അവസാനമതാ നീ തന്നെ വിട പറഞ്ഞ് പോകുന്നു, വേർപെട്ടു പോകുന്നു. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. നമ്മൾ ഖുർആനൊക്കെ ഓതുമ്പോൾ സമയവുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ കാണാം. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാകും, ഇല്ല എങ്കിൽ കാണണം. എന്താണ് അള്ളാഹു പറയാൻ? വല്ലുഹാ വല്ലൈലി ഇദാ സജാ. വല്ലുഹാ, ലുഹാ തന്നെയാണ് സത്യം. ലുഹ എന്ന് പറഞ്ഞാൽ പൂർവാഹനം എന്ന് നമ്മൾ പറയാറുണ്ട്. ആ സമയത്തെ പിടിച്ച് സത്യം ചെയ്ത് പറയാൻ. വല്ലുഹാ വല്ലൈലി, രാത്രിയും തന്നെയാണ് സത്യം. ഇദാ സജാ, അത് ശാന്തമായാൽ. സമയത്തെക്കുറിച്ചാണ് ഇതൊക്കെ പറയുന്നത്. വൽ ഫജ്ർ, പുലരി തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികളും തന്നെയാണ് സത്യം. വൽ അസുർ, അസർ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നിശ്ചയം നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ച് ഹക്ക് കൊണ്ടും സബർ കൊണ്ടും പരസ്പരം ഉപദേശിക്കുക, അങ്ങനെയുള്ള ആളുകൾ ഒഴികെ എന്നുള്ളതാണ്. അപ്പൊ സമയം കൊണ്ടുള്ള കുറേ സത്യം ചെയ്തിട്ടുള്ള പ്രസ്താവനകൾ അവസാനിക്കുന്നില്ല. വല്ലൈലി ഇദാ അസ് അസ്, രാത്രി തന്നെയാണ് സത്യം, അത് നീങ്ങിപ്പോകുമ്പോൾ. വസ്സുബ്ഹി ഇദാ തനഫസ്, പ്രഭാതം അത് വിടർന്ന് വരുമ്പോൾ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ഷാ, രാത്രി തന്നെയാണ് സത്യം, അത് മൂടുമ്പോൾ. വന്നഹാരി ഇദാ തജല്ല, പകല് തന്നെയാണ് സത്യം, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. എന്താണ് ഇങ്ങനെ സമയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പദാവലികളിലൂടെ സമയങ്ങളുടെ പല സന്ദർഭങ്ങളെടുത്തുകൊണ്ട് അതിൽ പുലരിയുണ്ട്, പൂർവാഹനമുണ്ട്, രാത്രിയുണ്ട്, പകലുണ്ട്, അങ്ങനെ ഓരോ അവസ്ഥകൾ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്ത് പറയുന്നതിൻ്റെ പൊരുളെന്താ? ഓർക്കണം പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അത് ചില സമയങ്ങളാണ്, ചില രാത്രികളാണ്, ചില പ്രഭാതങ്ങളാണ്, ചില പൂർവാഹനങ്ങളാണ്. അതുകൊണ്ട് അറിയുക,
മഹാനായിട്ടുള്ള ഒരു പണ്ഡിതൻ, യബ്ന ആദം ഇന്നമാ അൻത അയ്യാം, മനുഷ്യ നീ ചില സമയങ്ങളാണ് എന്നുള്ള തലക്കെട്ടിൽ അറബിയിൽ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ പറയുകയാണ്, കുല്ലു ലഹലത്തിൻ, ഓരോ നിമിഷവും, തമുറു മിന്ന, നമ്മിൽ നിന്ന് സഞ്ചരിച്ചു പോകുകയാണ്, വമാ അലൈന, നമുക്കെതിരായും സഞ്ചരിച്ചു പോകുകയാണ്. പക്ഷേ ഫനഹനു നസീറു ഇലാ ഖുബൂരിന, നമ്മളതാ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറെന്ന് പറയുന്ന ആ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, സഞ്ചരിക്കുകയാണ്. അൽ ആജാലു മുഖദ്ദറ, മനുഷ്യന്റെ അവധികൾ നിർണയിക്കപ്പെട്ടതാണ്. മനുഷ്യന്റെ അന്ത്യനിമിഷം അത് നിർണയിക്കപ്പെട്ടതാണ്. വൽ അഅമാറു മക്തൂബ, അവന്റെ ആയുസ് രേഖപ്പെടുത്തപ്പെട്ടതാണ്. വസ്സാഅതു മഅലൂമ, ഓരോ നിമിഷങ്ങളും അറിയപ്പെട്ടതാണ്. ഫലൈസ മിൻ അഹദിൻ യഈഷു ദഹ്റദ്ദാഹിരീൻ, കാലാകാലങ്ങളും ജീവിക്കുന്ന ഒരാളും തന്നെയില്ല. ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ ആ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ചൊന്നും വേണ്ട ചിന്തയോ അതിനനുസരിച്ചുള്ള ഒരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിലില്ല പ്രിയമുള്ളവരെ. നമ്മൾ ഒരുപാട് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് ഓരോ ദിവസങ്ങൾ, ഓരോ സൂര്യാസ്തമനം, സൂര്യൻ്റെ ഉദയവും അസ്തമനവും, അതുപോലെ തന്നെ ഓരോ നിമിഷങ്ങൾ, മണിക്കൂറുകൾ, ഇതാണല്ലോ ഒരു മനുഷ്യൻ. നമ്മൾ ആത്മവിചാരണ നടത്തണം. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇപ്പോൾ സമയം 1:38, സുബഹിൻ്റെ ബാങ്ക് 5:14. നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ പ്രാർത്ഥന സഹീഹുൽ ബുഖാരിയിൽ 7394 നമ്പറിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ഉറക്കം ഉണർന്ന് എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ, നാദാ നിനക്കാണ് സർവസ്തുതിയും, ഒരു മരണശേഷം, അതേ ഉറക്കം എന്ന് പറയുന്നത് ചെറിയൊരു മരണമാണ്. ആ മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച ആ അള്ളാഹുവിന് സർവസ്തുതിയും, അവനിലേക്കാണ് എല്ലാവരുടെയും ഒരുമിച്ച് കൂട്ടൽ. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ ആളുകൾ എത്ര പേരുണ്ടാകും? പറഞ്ഞെങ്കിൽ ഇപ്പം ഞാനത് പറഞ്ഞു, ആ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്തുള്ള വികാരം, എൻ്റെ മനസ്സിനകത്തുള്ള ആ നീയത്ത് ബോധം എങ്ങനെയായിരുന്നു? നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതുണ്ട്. സുബഹി അതിൻ്റെ സമയത്ത് നമസ്കരിച്ചോ? സുബഹി ജമാഅത്ത് നമസ്കരിച്ചോ? അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഇത്രയും ഞാൻ പറഞ്ഞല്ലോ 1:38 എന്നാണ് പറഞ്ഞത്, പിന്നെയും സമയം പോയി. ഇതിനിടക്ക് നമ്മൾ ഇന്ന് ജുമുഅ ദിവസമാണ്. ജുമുഅക്ക് ആയിട്ട് പ്രത്യേകമായിട്ട് നാം എന്തു ചെയ്തു? അള്ളാഹുവിൻ്റെ കിതാബുമായിട്ട് ഈ സമയങ്ങളിൽ നമ്മൾ എന്ത് ബന്ധം പുലർത്തി? അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏകനായിക്കൊണ്ടിരുന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ പ്രവർത്തനങ്ങളെ വിചാരണ ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിന്റെ 18-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ആ ആയത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ആ ആയത്തിൻ്റെ അർത്ഥം ആർക്കെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നവരിൽ അറിയില്ല എങ്കിൽ അവർ സ്വന്തത്തെ ആക്ഷേപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ മനുഷ്യരും ചിന്തിക്കണം
നാളേക്ക് വേണ്ടി അഥവാ പരലോക വിജയത്തിന് വേണ്ടി എന്താണ് പ്രവർത്തിച്ചിട്ടുള്ളത്, എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഓരോ ആളുകളും ചിന്തിക്കണം. വത്തഖുല്ലാ, വീണ്ടും ആവർത്തിച്ച് പറയാം, അള്ളാഹുവിനെ നീ സൂക്ഷിക്കണം. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായിട്ടുള്ള ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ രേഖപ്പെടുത്തുകയാണ്, ആത്മവിചാരണ എന്ന് ഇന്നത്തെ നമ്മുടെ ഈ വിഷയമുണ്ടല്ലോ, ഈ തലക്കെട്ടുണ്ടല്ലോ, ഇതിൻ്റെ വിധി എന്താ? ഇത് നിർബന്ധമാണ് എന്നാണ്. നിർബന്ധം എന്ന് പറഞ്ഞാൽ, വാജിബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ദല്ലത്തിൽ ആയത്തു അലാ വുജൂബി മുഹാസബത്തിൻ നഫ്സ്. ദല്ലത്തിൽ ആയ, ഈ ആയത്ത് അറിയിക്കുന്നു, അലാ വുജൂബി മുഹാസബത്തിൻ നഫ്സ്, മനുഷ്യൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ സ്വയം വിചാരണ നടത്തൽ വാജിബാണ് എന്ന് ഈ ആയത്ത് അറിയിക്കുന്നു. ഈ വാജിബായൊരു കാര്യം നമ്മളിപ്പോൾ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, ഒരു 40-42 വയസ്സായ മനുഷ്യൻ ഈ വാജിബായ കാര്യം എത്ര തവണ ചെയ്തിട്ടുണ്ടാകും? അപ്പോൾ നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കുക പ്രിയമുള്ളവരെ. അദ്ദേഹം പറയാണ്, ഫയഖൂലു തആല ലിയൻദുറ അഹദുകും മാ ഖദ്ദമ ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ഓരോ ആളുകളും ചിന്തിക്കണം. അമിനസ് സ്വാലിഹാത്തില്ലത്തി തുഞ്ചീഹി, രക്ഷപ്പെടുത്താനുതകുന്ന, നരകത്തിൽ നിന്നുള്ള രക്ഷക്ക് ഉതകുന്ന കർമ്മങ്ങൾ നീ ചെയ്തിട്ടുണ്ടോ? അമ്മിനസ്സയ്യാത്തില്ലത്തി തൂബിഖുഹു, അതല്ല ആ നരകത്തിൽ പോയി നശിക്കാൻ ഉതകുന്ന കർമ്മങ്ങളാണോ, പാപങ്ങളുടെ ഭാരമാണോ നിന്റെ പ്രവർത്തനത്തിലുള്ളത് എന്ന് അവന് ചിന്തിക്കട്ടെ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മുൻഗാമികളായ ആളുകൾ, സ്വഹാബത്തും താബിഈങ്ങളുമൊക്കെ ഒരുപാട് ആത്മവിചാരണ നടത്തുന്ന ആളുകളായിരുന്നു. ലോകം ഉറങ്ങുന്ന ഘട്ടത്തിൽ താരാപദങ്ങൾ മാത്രം മിഴി തുറക്കുന്ന അങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള രാവുകളിൽ മഹാനായിട്ടുള്ള അഹ്നഫ് ഇബ്നു ഖൈസ് റഹിമഹുല്ലാ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്, ഒരു വിളക്ക് കത്തിച്ച് വെച്ചു, ആ വിളക്കിലേക്ക് തൻ്റെ കൈയൊന്ന് വെക്കുകയാണ്. വകാനൽ അഹ്നഫ് ഇബ്നു ഖൈസ് യജിഉ ഇലൽ മിസ്ബാഹ്, മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ വിളക്ക്, അഥവാ മണ്ണെണ്ണ കൊണ്ടോ ഡീസൽ കൊണ്ടോ ഒക്കെ കത്തി നിൽക്കുന്ന സാധാ വിളക്ക്. ഫയലൗ ഇസ്ബഅഹു ഫീഹി, തൻ്റെ വിരലതിൽ വെക്കുകയാണ്. വെച്ചപ്പോൾ അതാ ചൂടേൽക്കുന്നു, ആ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല, കൈ അതിൽ നിന്ന് വിരലതിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം സ്വന്തത്തോട് ചോദിക്കുകയാണ്, യാ ഹുനൈഫ് മാ ഹമലക അലാ മാ സ്വനഅത യൗമ കദാ, ഇന്ന ദിവസം നീ അങ്ങനെ പ്രവർത്തിക്കാൻ നിനക്ക് എന്താണ് നിന്നെ പ്രേരിപ്പിച്ചത്? കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ദിനരാത്രങ്ങളിൽ എന്തെല്ലാം തിന്മകളാണ്, പാപങ്ങളാണ്, ദോഷങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത്, അങ്ങനെ ചെയ്യാൻ എന്താണ് നിന്നെ പ്രേരിപ്പിച്ചത് എന്നാവർത്തിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ ഇങ്ങനെയുള്ള ആത്മവിചാരണ നമുക്കുണ്ടാകണം. നമ്മളിപ്പോൾ ഇന്ന് ജീവിതം കളറാക്കാൻ വേണ്ടി, ജീവിതം അടിപൊളിയാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചിന്തകളില്ല. മതമുണ്ട് എന്ന് കരുതുന്ന ആളുകൾ പോലും മതവിരുദ്ധമായ എത്രയോ കാര്യങ്ങളിൽ കറങ്ങിത്തിരിയുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആത്മവിചാരണ, ആത്മവിമർശനം, അതുകൊണ്ട് കുറേ നേട്ടങ്ങളുണ്ട്. നമ്മുടെ അഹങ്കാരം ഉണ്ടല്ലോ, കിബിറ്, നമുക്കൊക്കെ കുറേ കിബിറുകളുണ്ട്. നമ്മുടെ അറിവിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, പണത്തിൻ്റെ, അധികാരത്തിൻ്റെ, തറവാടിൻ്റെ, അങ്ങനെ പല അഹങ്കാരങ്ങളും, ആ അഹങ്കാരമൊക്കെ കുറയും എന്നുള്ളതാണ് ഈ ആത്മവിചാരണയുടെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായിട്ടുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വന്തത്തോട് പറയാ, കഠിനമായിട്ടുള്ളൊരു വിചാരണ പരലോകത്ത് വരാനിരിക്കുന്നു, അതിനു മുമ്പ് നീ സ്വയം വിചാരണ നടത്തുക എന്ന് അദ്ദേഹം പറയാൻ.
എന്നിട്ട് പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഏകാന്തനായി ഇരുന്നു കൊണ്ട് പറയുകയാണ്, ഖത്താബിൻ്റെ പുത്രൻ ഉമറേ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ അവൻ നിന്നെ കഠിനമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ഓർത്തുകൊണ്ട് പറയുകയാണ്, ഉമറേ, നീ മരുഭൂമിയിൽ ഒരു മരുപ്പച്ച ആയിരുന്നുവെങ്കിൽ, ഉമറേ, നീ ഒരു പുൽക്കൊടിയായിരുന്നുവെങ്കിൽ, നീ നാളെ റബ്ബിൻ്റെ വിചാരണക്ക് വിധേയനാകേണ്ടി വരികയില്ലായിരുന്നുവല്ലോ. ആരാത് പറയുന്നത്? രണ്ടാമത്തെ ഖലീഫ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽ രണ്ടാമനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിൽ ആളുകൾക്ക് ഇസ്ലാമിക വിജ്ഞാനം പകർന്നു നൽകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് വലത് ഭാഗത്ത്, അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അത്ര പ്രഗത്ഭനായിട്ടുള്ള ആ മഹാനുഭവൻ സ്വന്തം കാര്യങ്ങളെ ഓർത്തുകൊണ്ട് തെറ്റുകളിൽ മനസ്സിനെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വ്യത്യസ്തനായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ്, മഹാനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് ത്വയ്റൻ, ഒരു പക്ഷിയെ കണ്ടു എന്നുള്ളതാണ്. ആ പക്ഷി എന്ന് പറയുന്നത് വാഖിഅൻ അലാ ഷജറ, ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖാല തൂബാ ലക യാ ത്വയ്ർ, പക്ഷി, നിനക്ക് മംഗളങ്ങൾ. വല്ലാഹി ലബദിത്തു അന്നീ കുന്തു മിസ്ലക്, പടച്ച റബ്ബ് തന്നെയാണ് സത്യം, ഞാൻ ആഗ്രഹിച്ചു പോയി ഞാൻ നിന്നെപ്പോലെ ആയിരുന്നുവെങ്കിൽ. എന്താണ് ആ പക്ഷി ചെയ്യുന്നത്? തഖൗ അലാ ഷജറ, മരത്തിൻ്റെ ചില്ലയിൽ ഇരിക്കുന്നു. വതഅകുലു മിനസ് സമർ, ആ മരത്തിൻ്റെ കായ്കളിൽ നിന്ന്, ഫലങ്ങളിൽ നിന്ന് ഭക്ഷിക്കുന്നു. സുമ്മ തതീറു, പിന്നീട് അത് പാറിപ്പറന്നു പോകുന്നു. വലൈസ അലൈക ഹിസാബുൻ വലാ അദാബ്, ഹേ പക്ഷി, നിനക്ക് അള്ളാഹുവിൻ്റെ ഹിസാബില്ല, വിചാരണയില്ല, അതുപോലെ അദാബില്ല, ശിക്ഷയില്ല. അതുപോലെ ഞാനായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ആരാ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ആ ഇസ്ലാമിലെ സ്ഥാനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഞാനും നിങ്ങളൊക്കെ വട്ടപൂജ്യമാണെന്ന് പറയേണ്ടി വരും. എന്നിട്ട് നമ്മുടെ മനസ്സിനകത്തുള്ളത് നമ്മളൊക്കെ പരലോകത്ത് രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്തയാണ്. അത് ഞാൻ തിരുത്തണം, നിങ്ങൾ തിരുത്തണം. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ കരയുന്നതായിട്ട് കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആയിഷ, നീ എന്തിനാണ് കരയുന്നത്? ആ സംഭവം ഇമാം ഹാക്കിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദ്റക് അല സഹീഹൈൻ എന്ന് പറയുന്ന കിതാബിൽ 8762 നമ്പറായി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, ഹാദാ ഹദീസുൻ സ്വഹീഹുൻ, ഇത് ശരിയായിട്ടുള്ളൊരു ഹദീസാണ്. അതിലെന്താ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം കാലത്ത് അവർ പറഞ്ഞു, ദക്കർതുന്നാർ ഫബകൈതു, നരകത്തെക്കുറിച്ച് ഞാൻ ഓർത്തു, അങ്ങനെ കരഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാലക യാ ആയിഷ, ആ സന്ദർഭത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, ആയിഷ, നിനക്കെന്ത് പറ്റി? കാലത്ത് അപ്പം അവർ പറയാൻ, ദക്കർതുന്നാർ ഫബകൈതു, നരകത്തെക്കുറിച്ച് ഞാൻ ഓർത്തു, അങ്ങനെ കരഞ്ഞു പോയി. എന്നിട്ട് അവർ പ്രവാചകനോട് ചോദിക്കുകയാണ്, ഫഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, പ്രവാചകരെ, സ്വന്തം ഭർത്താവിനോട് ചോദിക്കുകയാണ്,
അങ്ങ് അന്ത്യനാളിൽ അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അമാ ഫീ സലാസി മവാത്തിന ഫലാ യദ്കുറു അഹദുൻ അഹദാ. 3 ഘട്ടങ്ങളിൽ 3 സന്ദർഭങ്ങളിൽ ഒരാളും മറ്റൊരാളെ ഓർക്കുകയില്ല. അത് ആ 3 ഘട്ടങ്ങളെന്ന് പറയുന്നത്, ഒന്ന് മീസാൻ, അവിടെ തൻ്റെ തുലാസ് ഘനം തൂങ്ങുമോ ഘനം കുറയുമോ എന്നുള്ളതറിയുന്നത് വരെ. മറ്റൊന്ന് കർമ്മപുസ്തകങ്ങൾ, അത് വലത് കൈയിലാണോ നൽകപ്പെടുക ഇടത് കൈയിലാണോ നൽകപ്പെടുക എന്നൊക്കെ അറിയുന്നത് വരെ. മറ്റൊന്ന് സിറാത്തിൻ്റെ അടുക്കൽ, നരകത്തിൻ്റെ മീതെ സ്ഥാപിക്കപ്പെടുന്ന സിറാത്ത്, അത് മുറിച്ചു കിടക്കാൻ സാധിക്കുമോ? അവിടെയൊന്നും ഒരാളും മറ്റൊരാളെ ഒരിക്കലും ഓർക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള, സർവശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ ആരാ? സ്വഹാബ കിറാമാണ്. ആ സ്വഹാബ കിറാമിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പോൾ ആത്മവിചാരണയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരെക്കുറിച്ച് സഹീഹുൽ ബുഖാരിയിൽ ഒരധ്യായമുണ്ട്, ബാബു ഖൗഫിൽ മുഅ്മിനി മിൻ അൻ യഹ്ബത അമലുഹു വഹുവ ലാ യശ്ഉർ. അതായത് ഒരു സത്യവിശ്വാസി അവൻ അറിയാതെ അവൻ്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് ഭയപ്പെടൽ, അങ്ങനെയുള്ള ആ വിഷയത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന അധ്യായമാണ്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു സംഭവം, ഖാല അബൂ മുലൈക റഹിമഹുല്ല പറയുകയാണ്, അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. 30ഓളം വരുന്ന, അല്ലെങ്കിൽ 30 സ്വഹാബികളെ ഞാൻ നേരിൽ കണ്ടു. പറയാൻ ആ 30 സഹാബികൾ കുല്ലുഹും യഖാഫുൻ നിഫാഖ അലാ നഫ്സിഹി. എല്ലാവരും ഭയപ്പെട്ടു എന്നാണ്. എന്താ ഭയപ്പെടുന്നത്? ഞാനൊരു കപടനാകുമോ, എൻ്റെ മനസ്സിൽ നിഫാഖ് ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടു എന്നാ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നിഫാഖ്, കപടവിശ്വാസിയുടെ ലക്ഷണങ്ങൾ ഇതൊക്കെ നമുക്കറിയാലോ. അപ്പോൾ സ്വഹാബികൾ അങ്ങനെ ഭയപ്പെട്ടിരുന്നു എന്നാണ്. നമ്മളൊക്കെ നേരം വെളുത്ത് എഴുന്നേറ്റ് കിടക്കുന്നതിന് മുമ്പ് എത്ര ഈ മുനാഫിക്കിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും, ചിന്തിക്കേണ്ടതുണ്ട്. എന്നിട്ട് പറയാൻ, വമാ മിൻഹും അഹദുൻ യഖൂലു അലാ ഈമാനി ജിബ്രീൽ വ മീകായിൽ. അവരിൽ ആ 30 സ്വഹാബികളിൽ ഒരാളും ഞാൻ ജിബ്രീലിൻ്റെ ഈമാനുള്ളവനാണ്, മീകായിലിൻ്റെ ഈമാനുള്ളവനാണ് എന്ന് പറയാറില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ 2 മലക്കുകളാണല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം. അവരുടെ അത്രയും ഈമാനുണ്ട് എന്നൊന്നും അങ്ങനെ ഒരു അഭിമാനം നടിക്കുന്ന, അഹങ്കാരം നടിക്കുന്ന ആ ഒരു സ്വഭാവം സ്വഹാബികൾക്കില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ മഹാനായിട്ടുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം. ധീരനായിട്ടുള്ളൊരു സ്വഹാബിയായിരുന്നല്ലോ. അദ്ദേഹം ഭരണകർത്താവായ ഘട്ടത്തിലാണ് ഒരാൾ കടന്നു വന്നത്. ആ സന്ദർഭത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജോലിയിൽ വ്യാപൃതനാണ്. അപ്പം അദ്ദേഹത്തിന് ആ കടന്നു വന്ന ആൾക്ക് ഒരു തട്ട് കൊടുത്തു. പക്ഷേ ഉടനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിന് വല്ലാത്ത ഒരു ഹൃദയവേദനയുണ്ടായി. ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു, ഇൽറിബ്നി കമാ ലറബ്തുക, ഇൽറിബ്നി കമാ ലറബ്തുക, ഞാൻ നിന്നെ അടിച്ചതുപോലെ നീ എന്നെ അടിക്കൂ എന്ന് പറയുണ്ടായി. അപ്പം നിങ്ങൾ നോക്കൂ, ഒരു തെറ്റ്, മനുഷ്യരാണല്ലോ, തെറ്റ് സംഭവിക്കാം. തെറ്റ് സംഭവിക്കാത്തവരല്ല മനുഷ്യർ. പക്ഷേ തെറ്റ് സംഭവിച്ചാൽ അത് പരിഹരിക്കാനുള്ള ഒരു മനസ്സ്,
അദ്ദേഹം ആ മനുഷ്യനോട് ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ തല്ലൂ, ഞാൻ നിങ്ങളെ തല്ലിയതുപോലെ അതുപോലെ തന്നെ തല്ലണം എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനത് വിട്ടു, സാരല്ല എന്ന് ആ രൂപത്തിൽ പറയാൻ. അങ്ങനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഇത് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ല മനാഖിബു അമീരുൽ മുഅ്മിനീന ഉമർ എന്ന് പറയുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനങ്ങളും സവിശേഷതകളും വിശദമാക്കുന്ന ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതിൽ പറയാൻ, അദ്ദേഹം തൻ്റെ വീട്ടിൽ പോയി, എന്നിട്ട് നമസ്കരിച്ചു, എന്നിട്ട് സുമ്മ ജലസ യഖൂലു നഫ്സി, എന്നിട്ട് സ്വന്തത്തോട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാൻ, ഇബ്നുൽ ഖത്താബ്, അല്ലയോ ഖത്താബിൻ്റെ സന്തതി, കുൻത വളീഅൻ, നീ അതപ്പതിച്ചവനായിരുന്നല്ലോ, ഫറഫഅകല്ലാ, അല്ലാഹു നിനക്ക് ഉന്നമനം നൽകി, വളാല്ലൻ ഫഹദാകല്ലാ, നീ ദുർമാർഗിയായിരുന്നു, നിനക്ക് അല്ലാഹു തആല സന്മാർഗം നൽകി, വളഈഫൻ ഫഅസ്സകല്ലാ, നീ ദുർബലനായിരുന്നു, അല്ലാഹു തആല നിനക്ക് പ്രതാപം നൽകി, വജഅലക ഖലീഫതൻ, അല്ലാഹു നിന്നെ ഭരണാധികാരിയായി ആക്കി. എന്നിട്ടോ ഫഅതാ റജുലുൻ യസ്തഈനു ബിക അലാ ദഫ്ഇൽ ളുൽമി, ഒരക്രമം തടയാൻ വേണ്ടി സഹായിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടൊരു മനുഷ്യൻ എൻ്റെ അടുക്കൽ കടന്നു വന്നു. ഫലംതഹു, അപ്പം നീ അവനെ ആക്രമിച്ചു, ഒരു തട്ടുകൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അപ്പം നീ അവനെ ആക്രമിച്ചു. മാ തഖൂലു ലി റബ്ബിക ഗദൻ ഇദാ അതൈതഹു, ആ തട്ടിൻ്റെ പേരിൽ നാളെ റബ്ബിൻ്റെ കോടതിയിലെത്തിയാൽ എന്താണ് നീ നിൻ്റെ റബ്ബിനോട് പറയുക എന്ന് സ്വയം ചോദിക്കുകയാണ്. വലല്ല യുഹാസിബു നഫ്സഹു ഹത്താ അഷ്ഫഖന്നാസു അലൈഹി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വിനീതനാകുന്നത് വരെ, ജനങ്ങളോട് സൗമ്യമായിട്ട് നിലകൊള്ളുന്നത് വരെ അദ്ദേഹം സ്വയം ഇങ്ങനെ വിചാരണ ചെയ്തു എന്നാണ്. സഹോദരങ്ങളെ, സ്വന്തം ന്യൂനതകളെ നമ്മൾ അറിയണം. ഒരു ഭക്തനായ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ എത്രത്തോളം വിചാരണ ചെയ്യണമെന്നറിയോ? ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മൾ ഒരാളെ ചുമതലപ്പെടുത്തുകയാണ്, നിങ്ങൾ എന്നെ ഒന്ന് ക്രിറ്റിസിസം നടത്തൂ, എന്നെ ഒന്ന് നിരൂപണം നടത്തൂ, എന്നെ ഒന്ന് വിചാരണ ചെയ്യൂ എന്ന് അയാൾക്ക് അനുവാദം കൊടുക്കുകയാണ്. ചിന്തിക്കണം നമ്മൾ. എന്നിട്ട് നമ്മളെ കുറിച്ച് മുഴുവൻ എ മുതൽ സെഡ് വരെയുള്ള മൈനസ് പോയിന്റുകൾ 1, 2, 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ നമ്മൾ സ്വന്തം നഫ്സിനെ നമ്മൾ വിചാരണ ചെയ്യണം എന്നുള്ളതാണ്. അൻ മൈമൂൻ ഇബ്നു മഹ്റാൻ ലാ യകൂനുൽ അബ്ദു മിനൽ മുത്തഖീൻ, ഭക്തന്മാരുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഉൾപ്പെടുകയില്ല. ഏതുവരെ? ഹത്താ യുഹാസിബ നഫ്സഹു അഷദ്ദ മിൻ മുഹാസബതി ശരീകിഹിന, തൻ്റെ കൂട്ടുകാരുണ്ടല്ലോ നമ്മൾ വിചാരണ കേൾപ്പിച്ച, അദ്ദേഹം നിന്നെ വിചാരണ എത്രത്തോളം ചെയ്യുന്നുണ്ടോ അതിനേക്കാൾ കഠിനമായി സ്വയം വിചാരണ ചെയ്യുന്നത് വരെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ കഴിയില്ല എന്നാണ്. അപ്പം അത്രമാത്രം എന്ത് ചെയ്യുക? വിചാരണ ചെയ്യുക എന്നുള്ള. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഒരു ജിഹാദാണ്. സ്വന്തം നഫ്സിനോടുള്ള ഈ ഒരു മുഹാസബത്ത്, ഈ ഒരു വിചാരണ, അത് ജിഹാദാണ്. അത് അഅ്ലമു ജിഹാദിൻ എന്ന് പറയും, ഏറ്റവും മഹത്വമേറിയിട്ടുള്ള ജിഹാദാണ്. നമ്മൾ പുറത്തു പോകുമ്പോൾ കണ്ണാടിയിൽ നോക്കും, പിന്നെ ഒരുപാട് പല ലേപനങ്ങൾ, അതുപോലെ പല വസ്തുക്കളും, പല സൗന്ദര്യവർദ്ധക വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് തെറ്റാണെന്നല്ല പറയുന്നത്, പക്ഷേ അങ്ങനെയൊക്കെ സൂക്ഷിച്ച് സംരക്ഷിച്ച് പോരുന്ന നമ്മൾ, സഹോദരങ്ങളെ, നാളെ റബ്ബിൻ്റെ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൻ്റെ 41-ാം അധ്യായം 20-21 സൂക്തങ്ങൾ നമ്മുടെ മനസ്സുകളിൽ കുറിക്കേണ്ടുന്ന ആയത്തുകളാണ്. അതിൽ പറയാൻ, ഹത്താ ഇദാ മാ ജാഊഹാ, ആ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഷഹിദ അലൈഹിം സംഉഹും, സംഉ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കേൾവി അവർക്കെതിരായി സാക്ഷി പറയും. അതായത് മനുഷ്യരായ നമുക്ക് നമ്മുടെ കേൾവികൾ സാക്ഷി പറയും. വ അബ്സ്വാറുഹും, അവരുടെ കാഴ്ചകൾ, കണ്ണുകൾ അവർക്കെതിരെ സാക്ഷി പറയും.
വജുലൂദുഹും അവരുടെ തൊലികൾ പോലും സാക്ഷി പറയും ബിമാ കാനൂ യഅ്മലൂൻ അവർ പ്രവർത്തിച്ചിരുന്നതിന്. എന്തെല്ലാം ഏഷണിയും പരദൂഷണവും, അതുപോലെ തന്നെ അസൂയയും കുശുമ്പും, അതുപോലെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ, അതുപോലെ തന്നെ വഴക്കുകൾ, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. അതിനൊക്കെ നമ്മുടെ കൈകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ തൊലികൾ പോലും സാക്ഷ്യം വഹിക്കുന്ന. തൊലികൾ സാക്ഷ്യം വഹിക്കുമ്പോൾ തൊട്ടടുത്ത ആയത്തിൽ പറയും, 21 പറയാണ് വഖാലൂലി ജുലൂദിഹിം. നാളെ പരലോകത്ത് മനുഷ്യൻ്റെ അവസ്ഥയെ പറയുന്നത്. നമ്മുടെ തൊലികൾ നമുക്കെതിരായി സാക്ഷി പറയുമ്പോൾ ഈ തൊലികളോട് നമ്മൾ ചോദിക്കും, വഖാലൂലി ജുലൂദിഹിം ലിമ ഷഹിദ്തും അലൈനാ, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്? ഖാലു അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈഇൻ, ഞങ്ങൾ അല്ലാഹു സംസാരിപ്പിച്ചതാണ്. എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച റബ്ബ് അല്ലാഹു ഞങ്ങളെ സംസാരിപ്പിച്ചതാണ് എന്നാണ് ആ തൊലികൾ മറുപടി പറയുക എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, ഇതൊന്നും നമുക്ക് അനുകൂലമായിട്ടുണ്ടാകൂല എന്ന് മാത്രമല്ല, സ്വന്തം തൊലികൾ പോലും, ഈ കാതുകൾ പോലും, കണ്ണുകൾ പോലും നമുക്കെതിരാകുന്നൊരവസ്ഥ. സുബ്ഹാനല്ലാഹ്. അപ്പം ചിന്തിക്കുക പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനിയോ സ്വന്തം ന്യൂനതകൾ കണ്ടെത്തി പരിഹരിക്കാത്ത മനുഷ്യൻ്റെ അവസ്ഥ എന്താ? അവൻ ഫഅലമു അന്നഹു ഖദ് മുകിറ ബിഹി എന്നാണ്. സ്വന്തം നഫ്സിൻ്റെ പോരായ്മകൾ അറിയാത്ത മനുഷ്യൻ അവന് വഞ്ചിക്കപ്പെട്ടവനാണ്, ചതിക്കപ്പെട്ടവനാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ തെറ്റുകൾ സംഭവിക്കാമെന്ന്. ഇപ്പം നമസ്കാരത്തിൻ്റെ വിഷയമാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെല്ലാം സംഗതികളുണ്ട്. അങ്ങനെ തെറ്റുകൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? അത് തിരുത്തണം. അതാണ് ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. തീർച്ചയായും തഖ്വയുള്ള ആളുകൾ, അവർക്ക് പിശാചിൻ്റെ ദുർബോധനമുണ്ടായാൽ, എന്നിട്ട് അവർക്ക് ഓർമ്മ വരികയാണ് ഞാൻ തെറ്റാണല്ലോ ചെയ്തത്. അപ്പോൾ ഉടനെ അവരെന്ത് ചെയ്യും? തദക്കറൂ, അത് ഓർക്കും, തെറ്റ് ചെയ്തുവല്ലോ എന്ന് ഓർക്കും. ഫഇദാ ഹും മുബ്സിറൂൻ, അങ്ങനെ ഉൾക്കാഴ്ചയുള്ള ആളുകളാവുന്ന എന്ന് പറഞ്ഞാൽ തെറ്റുകൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, സൂറത്തുൽ കഹ്ഫിലൊരു വചനമില്ലേ? എന്താ ആ വചനത്തിൻ്റെ താല്പര്യം? ആ വചനം കർമ്മ പുസ്തകം, നമ്മുടെ ഈ മലക്കുകൾ രേഖപ്പെടുത്തുന്നു പറയുന്നല്ലോ, അത് വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. ഖുർആനിൽ പറയുന്നുണ്ട്, വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, മനുഷ്യൻ്റെ മനസ്സിനകത്തുള്ള മന്ത്രണങ്ങൾ അതുപോലും നാം അറിയുന്നു. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യൻ്റെ കണ്ടനാടിയേക്കാൾ സമീപസ്ഥനാണ് ഞാൻ. എന്നിട്ട് പറയാണ്, ഇത് യതലക്കൽ മുതലഖിയാനി അനിൽ യമീനി വ അനിൽ ശിമാലി ഖഈദ്, മനുഷ്യൻ്റെ ഇടത്തും വലത്തും ഇരുന്നു കൊണ്ട് സ്വീകരിക്കുന്ന രണ്ടാളുകൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരാളും ഒന്നും ഒരിക്കലും ഉച്ചരിക്കുകയില്ല, തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ അത് രേഖപ്പെടുത്താതെ. അങ്ങനെ രേഖപ്പെടുത്തി അതാ റബ്ബിൻ്റെ കോടതിയിൽ പ്രിയമുള്ളവരെ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറാ, ഒരു ചെറുതോ വലുതോ ആയ ഒന്നും തന്നെ ഈ കർമ്മത്തിൻ്റെ രേഖയിലെ പുസ്തകത്തിൽ രേഖപ്പെടുത്താതെ വിട്ടേച്ചിട്ടില്ലല്ലോ. വവജദൂ മാ അമിലൂ ഹാളിറ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സ്വാഹാ. അഹ്സ്വാഹ എന്ന് പറഞ്ഞാൽ ക്ലിപ്തമാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട എല്ലാ സംഗതികളും രേഖപ്പെടുത്തിയിട്ട്.
എന്നിട്ടോ അതൊക്കെ കൺമുന്നിൽ കാണുന്ന ഹാളിറൻ എന്ന് പറഞ്ഞാൽ ഹാജരാക്കപ്പെടുന്ന, എല്ലാം ഹാജരാക്കപ്പെടും. അതുകൊണ്ടാണ് ഈ ഒരു വിചാരം വേണം. അതുകൊണ്ടാണ് മഹാനായ ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കുഞ്ഞുമകനെ വിളിച്ചുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയപ്പോൾ ഒരു ഉപദേശം നൽകുന്നുണ്ടല്ലോ, യാ ബുനയ്യ, ഹേ കുഞ്ഞുമകനെ, ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, കടുക് മണിയുടെ തൂക്കമുള്ള വല്ലതും നീ പ്രവർത്തിച്ചാലും ഫതകുൻ ഫീ സ്വഹറത്തിൻ, അത് എന്നിട്ടൊരു പാറയുടെ അകത്താണെങ്കിലും, ഔഫിസ് സമാവാതി ഔഫിൽ അർള്, അല്ലെങ്കിൽ ആകാശലോകങ്ങളിലാണ്, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലുമാണ്, യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹു സസൂക്ഷ്മജ്ഞാനിയാകുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ എത്ര ആയത്തുകളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരായത്ത് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയതൻ, ഓരോ സമുദായത്തെയും മുട്ടുകുത്തിയ നിലയിൽ നീ കാണുന്ന ദിവസം, കുല്ലു ഉമ്മത്തിൻ തുദ്ആ, എല്ലാ സമുദായങ്ങളും വിളിക്കപ്പെടും എന്തിലേക്ക്? ഇലാ കിതാബിഹാ, അതിൻ്റെ കർമ്മത്തിൻ്റെ ആ ഗ്രന്ഥത്തിലേക്ക്. അലിയൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം ഇന്ന് നൽകപ്പെടും. എന്നിട്ട് പറയാണ്, ഹാദാ കിതാബുനാ, ഇത് നമ്മുടെ പുസ്തകമാണ്. യൻതിഖു അലൈക്കും ബിൽ ഹഖ്, ഈ പുസ്തകം ഉണ്ടല്ലോ അത് സംസാരിക്കും. എന്താ സംസാരിക്കുക? അലൈക്കും ബിൽ ഹഖ്, നിങ്ങൾക്കെതിരായിട്ട് സത്യപ്രകാരം സംസാരിക്കും. എന്നിട്ട് പറയും, ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചത് ഞങ്ങൾ പകർത്തി എഴുതുകയായിരുന്നു. അത് മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത് എന്നാണ് സൂറത്തുൽ ജാസിയ 45-ാം അധ്യായം 28-29 ആയത്തുകളിൽ പറയുന്നത്. നമ്മുടെ ലോകം സഹോദരങ്ങളെ, മനുഷ്യരെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുന്ന പ്രവണത പോലും എങ്ങും, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് മാറേണ്ടതുണ്ട്. അങ്ങനെയുള്ള വലിയ തിന്മകളാകട്ടെ ചെറിയ പാപങ്ങളാകട്ടെ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നാളെ റബ്ബിൻ്റെ കോടതിയിൽ വിജയം വരിക്കാൻ നല്ല മനുഷ്യരായിട്ട് മാറണം. ഒന്നാമതായിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? നിർബന്ധമായിട്ടുള്ള, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, ഫർള് നമസ്കാരങ്ങൾ ഉൾപ്പെടെ. ഫർള് നമസ്കാരം മാത്രമല്ല നിർബന്ധമാക്കിയത്, നിർബന്ധമായ കാര്യങ്ങളിൽ എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ അത് പരിഹരിക്കുക. അതുപോലെ വിരോധിക്കപ്പെട്ട കാര്യങ്ങളുണ്ടോ, അതാണ് ഒന്നാമത് എന്താ? ഫറായിലിൻ്റെ, ഫറലാക്കപ്പെട്ട കാര്യങ്ങളുടെ അതാണ്. മറ്റൊന്ന് വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ, അതിൽ നിൻ്റെ സ്ഥാനം എന്താണ്? അള്ള വിലക്കിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, ചെയ്യാറുണ്ടോ, ചെയ്യാൻ ആഗ്രഹമുണ്ടോ, ചിന്തിക്കണം. അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, നമ്മുടെ ഈ ന്യൂനതകൾ അത് കണ്ടെത്തുക മാത്രമല്ല, എന്നിട്ട് ഹൗഫ്, അള്ളാഹുവിനോടുള്ള ഒരു ഭയം, ഭക്തി അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ വേണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചില ആളുകളുടെ ഹക്കുകൾ ഇതുണ്ടാകും, അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അതുപോലെ തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. അതുപോലെ നന്മയുടെ സദസ്സുകളിൽ വരണം. നമ്മൾ ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കുക പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, നമ്മൾ നിരന്തരം നന്മയുമായിട്ട് കൂടിച്ചേർന്ന് പോകണം. ഇപ്പം നമ്മുടെ ക്ലാസ്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് മുടങ്ങാതെ വരണം എന്ന് മാത്രമല്ല എനിക്ക് സ്നേഹത്തോടു കൂടെ പറയാനുള്ളത്, നിങ്ങൾ നമ്മുടെ ഈ ക്ലാസ്സിന് അതിൻ്റെ കറക്റ്റ് ടൈമിന് തന്നെ എത്തണമെന്ന് വളരെ ശക്തമായ ഭാഷയിൽ പറയാം. അതായത് നമ്മൾ ഇന്ന് തുടങ്ങുന്ന സമയത്ത് എത്ര ആളുകളുണ്ടായിരുന്നു എന്നറിയോ? വളരെ കുറഞ്ഞ ആളുകളാണ്.
അപ്പോൾ അതൊരു ശരിയല്ല. നിങ്ങൾ നോക്കൂ, ഒരല്പം നേരത്തെ വരിക, ഒരു 1:15 ആകുമ്പോഴേക്കെങ്കിലും നമുക്ക് തുടങ്ങണമെങ്കിൽ 1:10 ആകുമ്പോഴേക്ക് നിങ്ങൾ എല്ലാവരും എത്തണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ നമ്മുടെ ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകളുണ്ട്, അതിനൊക്കെ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്ന് സ്നേഹത്തോടു കൂടെ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്, സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഇവിടെ ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിമന്നിക വകറമിക വജൂദിക വഫളലിക അൻ തഗ്ഫിറ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഅസ്മാഇകൽ ഹുസ്നാ വസിഫാതികൽ ഉലാ അൻ തഗ്ഫിറ ലനാ ദുനൂബനാ യാ അർഹമർ റാഹിമീൻ. اللهم اغفر لآبائنا ولأمهاتنا ولأزواجنا وذرياتنا ولإخواننا ولأخواتنا ولجميع المسلمين والمسلمات يا رب العالمين. اللهم طهر قلوبنا من الكفر والنفاق والرياء والكبر يا أرحم الراحمين. ربنا اغفر لنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم رب ارحمهما كما ربونا صغارا. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.